അസ്സലാമലൈക്കും ഓൾ. നല്ലൊരു അടിപൊളി മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരംകാർക്ക് അധികം പരിചയമില്ലാത്തൊരു മീൻ കറിയാണ് ഈ മുളകിട്ടതെന്നുണ്ട്. എന്നാൽ ഈ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മുളകിട്ട മീൻ കറിയും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നല്ല നെമ്മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി നീളത്തിന് കട്ട് ചെയ്തത്, തക്കാളി നീളത്തിന് കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത് ഈ കുടംപുളിയാണ്. കൂടാതെ ഉലുവ, കടുക്, പിന്നെ കരിവേപ്പിലയും കൂടെ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. കാരണം ഉലുവ നേരത്തെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഉലുവ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കടുകിൻ്റെ കൂടെ തന്നെ ഞാൻ കരിവേപ്പില ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വയറ്റുക. അതൊന്ന് വയണ്ട ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി നീളത്തിന് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എത്താത്ത പോലെ സവാള ചേർത്താലും മതി. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റുക. ഇതിന് കൂടാതെ നമ്മുടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നീളത്തിന് കട്ട് ചെയ്ത് വെച്ച് ഒരു 2 തക്കാളിയോളം ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഈ മീൻകറിക്ക് നല്ല കളർ കൊടുക്കുക. കാശ്മീരി ചില്ലി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആ ഒരു മസാലയൊക്കെ ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളമാണ്, ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഈ കറി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു മസാലയായിട്ട് ഒന്ന് യോജിച്ചൊന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 കുടംപുളിയോളം നേരത്തെ ചൂട് വെള്ളത്തിൽ കൊമ്പുര ഇട്ടതാണ്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കറി ഒന്ന് തിള വന്നതിന് ശേഷം നമ്മുടെ നെമ്മീൻ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതുകൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് നല്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം കരിവേപ്പില തൂക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി നമ്മുടെ മീൻ മുളകിട്ടത് റെഡി ആയിരിക്കുകയാണ്. ശരിക്കും നല്ല ചൂട് അപ്പത്തിൻ്റെയും ചൂട് പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഞാനിത് ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കിയത്, ഡിന്നറിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉച്ച സമയം കഴിഞ്ഞ ഉടനെ ഈ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോൾ ഇതെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ആ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ല സെറ്റായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. Till then, bye from Galbaus.